നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ബാക്ക് ടു എയറോലോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭക്ഷ്യ കിറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കേരള സംസ്ഥാന ഗവൺമെൻറ് നമുക്ക് അനുകൂലിച്ച് തന്നിട്ടുള്ള കുറച്ച് ഇളവുകളുടെ ഭാഗമായിട്ട് നമുക്ക് തരുന്ന ഒരു സൗജന്യ ഭക്ഷ്യ കിറ്റാണ്. അപ്പോൾ 4 മാസം, അതായത് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള 4 മാസം നമുക്ക് സൗജന്യ ഭക്ഷ്യ കിറ്റ് ലഭിക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യം തന്നെയാണ്. കാരണം ഈ കോവിഡ് മഹാമാരിയുടെ സമയത്ത് നമ്മൾ കുറേ പേർക്കും ജോലി ഇല്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. സോ നമ്മളെല്ലാവരും ഈ ഭക്ഷ്യ കിറ്റ് വാങ്ങാൻ മറക്കരുത്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം ഈ ഭക്ഷ്യ കിറ്റ് കിട്ടാത്തതിന് മൂലമായിട്ട്, അതായത് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ റയറായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലഭ്യത കുറവായതുകൊണ്ട് തന്നെ കറക്റ്റ് ഗവൺമെൻറ് പറഞ്ഞ സമയങ്ങളിൽ ഇവർക്ക് അത് കൊണ്ടുകൊടുക്കാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പിന്നീട് ലാസ്റ്റ് പറഞ്ഞത് ഒക്ടോബർ 21, അതായത് ഇന്നായിരുന്നു. ഞാൻ ഇന്നാണ് ഇത് പോയിട്ട് മേടിച്ചു കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഈ 21-നുള്ളിൽ ഇത് കൈപ്പറ്റണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നും നാളെ ആയിട്ട് ഞങ്ങളുടെ ഇവിടെയുള്ള റേഷൻ കടയിൽ ഇത് കൊടുക്കുന്നുണ്ട്. അതിന് യാതൊരു പ്രശ്നവും ഇവിടെ ഇപ്പം ഇല്ല. ദെൻ പറയാൻ വന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. ഇപ്പോൾ 4 മാസം, അതായത് സെപ്റ്റംബർ ഡിസംബർ വരെ, അതിനകത്ത് ഈ ഒക്ടോബർ 21-ന് ശേഷം APL-ഉം BPL-കാർക്കും ഒരു വ്യത്യാസമില്ലാതാണ് ഈ കിറ്റ് കൊടുക്കുന്നത്. അതിന് പുറമെ BPL-കാർക്ക് ഒക്ടോബർ 21-ന് ശേഷമാണ് ഈ നിയമം പറഞ്ഞത്. 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും, അതിന് പുറമെ കാർഡ് 1-ന് 1 കിലോ പയറും പിന്നെ കടല അല്ലെങ്കിൽ കടല, ഇത് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒക്ടോബർ 21-ന് ശേഷം നിങ്ങൾക്ക് റേഷൻ കടയിൽ പോയിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആരും മറക്കരുത്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഉള്ളവനും ഇല്ലാത്തവനും എല്ലാവരും കൂടിയതാണ് ഈ കേരളം. അപ്പോൾ ഈ ഉള്ളവൻ ഇതെല്ലാം വാങ്ങിയിട്ട്, അതായത് അവന് റേഷൻ കാർഡ് ഉടമ എന്തായാലും ആയിരിക്കുമല്ലോ, വാങ്ങിയിട്ടില്ലാത്തവന് കൊടുക്കുക. ഇതിലും വലിയ കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് അതിജീവിച്ചവരാണ്. അപ്പോൾ ഇതും നമുക്ക് അങ്ങനെ അതിജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ റേഷൻ കടയിൽ പോകുമ്പോൾ മറക്കരുത് മാസ്ക്, സാനിറ്റൈസർ, കാരണം അവിടെ ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ഓക്കെ, ദെൻ നമുക്കപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് അവർ ഈ റേഷൻ കിറ്റിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്, ഈ ഭക്ഷ്യ കിറ്റിലൂടെ അവർ തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിന് പുറമെ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ വി ആർ ഗോയിങ് ടു ദ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എല്ലാം അൺബോക്സ് ചെയ്തിരിക്കുന്നത്. അതെ, ഇതൊരു ഗുമ്മിന് വേണ്ടി അൺബോക്സ് ചെയ്ത് വെച്ചതാണ്. സംഭവം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അൻസിൽ ആ അപ്പോൾ നമുക്ക് കിറ്റിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് കിറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്ന് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ക്ലോത്തിങ് പാക്കിങ്ങാണ് അവർ തന്നേക്കുന്നത്. കണ്ട, ഒരാകൃതി ഇല്ലാത്ത പാക്കിങ്ങാണ്. പിന്നെ നമ്മളിപ്പോൾ അത് തുറക്കാൻ പോവാണ്. പിന്നെ നല്ലൊരു കെട്ടിട്ട് വെച്ചിട്ടുണ്ടായി. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ആ കെട്ട് ഞാൻ ഊരിയത്. അതിനുശേഷം നമുക്കിനിപ്പോൾ സാധനങ്ങളാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഒരു 7 കൂട്ടം സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് സപ്ലൈക്കോടെ 1 കിലോ പഞ്ചസാര. പിന്നെ നമുക്ക് കിട്ടിയത് കടല, അതും 1 കിലോ.
പിന്നെ ചെറുപയർ അതും 1 കിലോ. പിന്നെ നമുക്ക് കിട്ടിയത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ മുളക് പൊടി അത് 100 ഗ്രാം. പിന്നെ പരിപ്പ് അതൊരു 250 ഗ്രാം, സപ്ലൈക്കോടെ തന്നെയാണ് പാക്കിങ്. പിന്നെ നമുക്ക് കിട്ടിയത് ശബരി ചക്കി ഫ്രഷ് ആട്ട. അപ്പോൾ ഇതും 1 കിലോ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ അമ്മ സാൾ എന്ന് പറയുന്ന 1 കിലോ വരുന്ന ഉപ്പാണ് കിട്ടിയേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ കോക്കനട്ട് ഓയിൽ അത് ഒരു 500 ml വരുന്ന ഒരു പാക്കറ്റാണ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു 7 കൂട്ടാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് തന്നെയാണ്. ഇപ്പോൾ സൗജന്യമാണെങ്കിലും അവർ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് പോയി വാങ്ങുക. പറഞ്ഞല്ലോ, ഉള്ളവനില്ലാത്തവന് കൊടുക്കുക, വെറുതെ വേസ്റ്റ് ആക്കരുത്. കാരണം ഗവൺമെൻറ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ആനുകൂല്യങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ ഈ ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ഐ എം അൻസൽ എം എസ് സൈനിങ് ഔട്ട് ഫ്രം എയറോലോക്സ്.